നീതി കിട്ടാത്തവർക്ക് വേണ്ടി സംസാരിക്കേണ്ടതും കൂടിയാണ് കല. എൻ്റർടൈൻമെൻറ്റ് കണ്ണൊക്കെ നിറച്ചുകൊണ്ടൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കാന്നേ. ചില കാര്യങ്ങൾ ചില സിനിമകൾ അങ്ങനെ പറയണമല്ലോ, അല്ലേ? നമ്മളല്ലേ പറയേണ്ടത്. പാട്ട് സിനിമയിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ നന്നായിട്ട് ബാക്കി ജെയ്ക്സിന്റെ വർക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. ടോവിനോട് പറഞ്ഞാൽ ബെസ്റ്റ് ഒരു നല്ലൊരു ചിത്രം. ഈ പേരെന്തായാലും എഴുതി വെക്കുന്ന അരിവാണ്. ഭയങ്കര റിസ്ക് എടുത്താണ് പുള്ളി പല സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല പണി മേടിച്ചിട്ടുണ്ട് പാവം. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, അടിപൊളി, കരയിച്ച് കളഞ്ഞു. പിന്നെ ഭയങ്കര നല്ല പടം, സൂപ്പർ പടം. അടിപൊളി പടം, സൂപ്പർ, നല്ല മേക്കിംഗ്. ടോബി അടിപൊളി. ആ ചെറിയ നല്ല പടം, സൂപ്പർ പടം, കണ്ടിരിക്കേണ്ട പടം. അടിപൊളി, ടോബി അടിപൊളി, നല്ല സിനിമയാണ്, എല്ലാവരും കാണും. കാരണം അത്രയും നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. കുറേ പേർക്ക് ഇപ്പോഴും അറിയത്തില്ല ഇങ്ങനത്തെ ഒരു സംഭവത്തെ കുറിച്ച്. അത് എന്തായാലും ചർച്ച ചെയ്യും ഇങ്ങനത്തെ ഒരു വിഷയത്തെ. ആ പാട്ട് സിനിമയിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ നന്നായിട്ട് ബാക്കി ജെയ്ക്സിന്റെ വർക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, അടിപൊളിയായിരുന്നു. അതിൽ ഓരോ ഓഫീസർമാരും അഭിനയിച്ചേക്കുന്നതും എല്ലാം നന്നായിട്ടുണ്ട്. പ്രാധാന്യമുള്ള കഥാപാത്രം കൊടുത്തേക്കുന്നത്. ടോവിനോട് പറഞ്ഞാൽ ബെസ്റ്റ് ഒരു നല്ലൊരു ചിത്രം. ഈ പേരെന്തായാലും എഴുതി വെക്കുന്ന അരിവാണ്. അടിപൊളി മൂവി, റിയൽ സ്റ്റോറിയാണല്ലോ. ഭയങ്കര അവസാനമൊക്കെ ആയപ്പോൾ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അത് ആ ക്ലൈമാക്സ് ആ പോർഷനായിരുന്നു. അത് പറയാൻ പറ്റില്ല, അത് എല്ലാവരും വന്ന് കാണുന്നത് ഭയങ്കര ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്തൊരു മൂഡിൽ ഞാൻ നിൽക്കുമായിരുന്നു. അത് കണ്ടതിൻ്റെ ഭയങ്കര എല്ലാവരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് തോന്നുന്നത് കൂടുതൽ അത് കിട്ടുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ഓരോ ഷോട്ടിലും ഞങ്ങൾ അയാളെ അഭിനയിക്കുമ്പം ഞങ്ങളത് ഫീൽ ചെയ്തു, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് അയാൾ ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉള്ള നടനാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. ഭയങ്കര റിസ്ക് എടുത്താണ് പുള്ളി പല സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ല പണി മേടിച്ചിട്ടുണ്ട് പാവം. ബട്ട് ഭയങ്കര പ്രോഗ്രസീവായിട്ടുള്ള, ശരിക്കും പ്രോമിസിങ് ആയിട്ടുള്ള ലീഡായിട്ട് ഞങ്ങൾക്കൊക്കെ കേട്ടില്ല. തീർച്ചയായും ഒരു കല അങ്ങനെ തന്നെ സംസാരിക്കേണ്ടതാണെന്നാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്. നീതി കിട്ടാത്തവർക്ക് വേണ്ടി സംസാരിക്കേണ്ടതും കൂടിയാണ് കല. എൻ്റർടൈൻമെൻറ്റ് കണ്ണൊക്കെ നിറച്ചുകൊണ്ടൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കാന്നേ. ചില കാര്യങ്ങൾ ചില സിനിമകൾ അങ്ങനെ പറയണമല്ലോ, അല്ലേ? നമ്മളല്ലേ പറയേണ്ടത്. ഈ ജനത, ഈ യുവതയല്ലേ പറയേണ്ടത്. ഇനി വരാൻ പോകുന്നവർക്ക് ഇതറിയണമല്ലോ. ലൈവ് ചാനൽസ് ഒന്നും ഇല്ലാത്ത സമയത്താണല്ലോ ഈ ഇൻസിഡൻ്റ് ഒക്കെ നടന്നിരുന്നത്, അല്ലേ? ഒരാൾ പറഞ്ഞിട്ടില്ല. 2003 ഞാനൊക്കെ ജീവിച്ചിട്ടുണ്ട്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. ഇത് ജനം ചർച്ച ചെയ്യട്ടെ, തന്നെ ആളുകൾ അറിയട്ടെ. അതെ, തീർച്ചയായും നടന്നൊരു സംഭവമാണല്ലോ. ബേസ് ആയിട്ടുള്ള അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത് സത്യത്തോട് നില പുലർത്തുന്ന രീതി തന്നെ എടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് സംഭവം. ആ സംഭവം നന്നായിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ഒരു സ്കൂൾ കാലത്താണ് ആ സംഭവം നടന്നിരുന്നത്. അതൊക്കെ ഞങ്ങൾ ഓർമ്മ. അത് അതുപോലെ തന്നെ റെക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നന്നായിട്ടുണ്ടായിരുന്നു. നല്ല സിനിമയാണ്, മേക്കിംഗ് കൊള്ളാം, എല്ലാം നല്ലായിരുന്നു. പെർഫോമൻസ് എല്ലാവരുടെയും നന്നായിട്ടുണ്ടായിരുന്നു. ടോവിനോ നന്നായിട്ട് പെർഫോം ചെയ്തു, എല്ലാ ആക്ടേഴ്സും. പിന്നെ നമ്മുടെ റിയൽ ലൈഫിൽ നടന്ന കുറേ ക്യാരക്ടേഴ്സിന് അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള കുറേ പേരുണ്ട്. അവരെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, കൊള്ളാം, നല്ല സിനിമയായിരുന്നു, ഇഷ്ടപ്പെട്ടു. സൂപ്പർ. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, അടിപൊളി, കരയിച്ച് കളഞ്ഞു. പിന്നെ ഭയങ്കര നല്ല പടം, സൂപ്പർ പടം, ഒന്നും പറയില്ല. പുള്ളിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെക്കാട്ടും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ പുള്ളി ഹീസ് ഗിവൺ ഹിസ് ഹാർട്ട് ആൻഡ് സോൾ ടു ഹിസ് എന്ന് കാണാനുണ്ട്. അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പുള്ളി ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഞങ്ങളുടെ ഹാർട്ട് ആൻഡ് സോൾ ഉള്ള ഒരു പടമാണെന്ന്. അത് റിയലി നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. പടം പറയുന്നത് കുറേ വർഷങ്ങൾ മുമ്പുള്ളൊരു കഥയാണെങ്കിൽ പോലും ഇന്നും സോഷ്യലി ഒരു പ്രശ്നമുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ അത് ആൾക്കാരറിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊരു ഫിക്ഷനാണ്, ശരിയാണ്. പക്ഷേ ഭൂസമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. അത് സത്യമാണ്. ഒരു കഥ കെട്ടി ചമയ്ക്കുമ്പം അതിനകത്ത് കുറേയൊക്കെ വാസ്തവങ്ങളുണ്ടാവും. അത് എത്രത്തോളം ഇഫക്റ്റീവായി പറയാമെന്നുള്ളതാണ്. രാഷ്ട്രീയം പറയലല്ല ഒരു സിനിമ, അല്ലെങ്കിൽ അത് മാത്രമല്ല ഒരു സിനിമ. അത് എത്രത്തോളം ഇഫക്റ്റീവായി കണ്ടു നനയ്ക്കുന്ന തരത്തിൽ ഒരു
ഒരു ലൈഫിലൂടെ, ഒരാളുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ അതെങ്ങനെ പറയാൻ കഴിയും എന്നുള്ളതാണ് ടോവിയും അത് തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് സിനിമയിൽ. അയാളിലൂടെ നമ്മൾ ആ ഒരു വലിയ ഇൻസിഡൻറ്റ് 2003 ജനം കാണാത്തൊരു ഇൻസിഡൻറ്റിനെ ഒരു സിനിമ ഒരാളുടെ ആംഗിളിലൂടെ ആ സിനിമ ചെന്ന് പറഞ്ഞ വിവരം ഭയങ്കരമായിരുന്നില്ല.